വചനം തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരം: ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഇനി ഈ ഉപമയുടെ അവസാനത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുകയാണ്: അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഈശോ പറഞ്ഞ ഉപമയുടെ അവസാനം ഈശോ പറഞ്ഞു വെക്കുന്നത് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്നതിന് പകരം വിശ്വാസം എന്ന പദം ഈശോ മാറ്റി പ്രയോഗിക്കുകയും നമുക്ക് നൽകുന്ന ഒരു വലിയ ആത്മീയ അവബോധമുണ്ട്. ഇത് ശുദ്ധമായ കത്തോലിക്ക സഭയുടെ പൗരാണികവും പവിത്രവുമായ പാരമ്പര്യത്തിലെ ഉന്നതമായ ഒരു ദർശനമാണ്. ആത്മപിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, ആദിമ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ സഭയെ പഠിപ്പിച്ച ഒരു സത്യമാണ് ലെക്സ് ഒരാന്തി ലെക്സ് കൃതേന്തി എന്നുള്ളത്. പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രാർത്ഥനയുടെ മാനദണ്ഡം വിശ്വാസമാണെന്നും പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസമാണെന്നും ഈശോ പറഞ്ഞു വെക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം പ്രാർത്ഥനയാണെന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം പ്രാർത്ഥനയാണെന്നും സഭാപിതാക്കന്മാരും ഈശോയുടെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരികയും എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. നീ എന്തുമാത്രം വിശ്വസിക്കുന്നുവോ നീ അത്രമാത്രം പ്രാർത്ഥിക്കും. ഇവിടെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തിപരവും സാമൂഹ്യപരവുമായ ജീവിതത്തെ നാം വിലയിരുത്തുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തലങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ആത്മീയ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായി ഞാൻ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ ദീർഘമായി ചർച്ച ചെയ്യുകയും എൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ കണ്ടേക്കുന്ന ഒരു വളരെ പ്രത്യേകതയുള്ളൊരു സംഗതി, ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ ചിന്തിക്കുകയോ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കുകയോ എന്ന് പറഞ്ഞാൽ, ക്രൈസ്തവ ആത്മീയതയുടെ ഏറ്റവും ഉദാത്തമായ ഒരു സുവിശേഷത്തിൻ്റെ ആന്തരികതയ്ക്ക് ചേരാത്ത രീതിയിലുള്ളതായ ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് എന്നിലൂടെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും എന്നോട് അച്ഛാ അങ്ങനെ ചിന്തിക്കരുത്, അച്ഛാ അങ്ങനെ പറയരുത് എന്നോട് ഒരിക്കലും പറയാറില്ല. പകരം ആ വ്യക്തി ഞാനങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അച്ഛനങ്ങനെ പറഞ്ഞത്, അച്ഛനങ്ങനെ പറയേണ്ടതല്ലായിരുന്നല്ലോ, അച്ഛനങ്ങനെ ചിന്തിക്കേണ്ടതല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ വ്യക്തി കർത്താവിനോട് പറയും, പ്രാർത്ഥനയിൽ പറയും, ഈശോയെ അങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, പകരം എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പം എൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുകയും, ഞാൻ എന്തിനാ അന്നേരം അങ്ങനെ ചിന്തിച്ച, അങ്ങനെ അല്ലല്ലോ പറയേണ്ടത്, അങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ തന്നെ ആ വ്യക്തിയെ ഫോൺ വിളിച്ചിട്ട് അതെ ഞാൻ അന്നേരം അങ്ങനെ എന്തുകൊണ്ടോ അങ്ങനെ ചിന്തിച്ച് പോയതാ, അങ്ങനെയല്ല, എനിക്ക് അബദ്ധം പറ്റിയതാ എന്ന് പറയും. അവനിക്ക് ആ വ്യക്തിയുടെ പ്രതികരണം എനിക്ക് മനസ്സിലാകും, ആ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. വാസ്തവത്തിൽ എന്നോട് വേണമെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറയാനുള്ള സ്വാധീന ശേഷിയുണ്ട്. പക്ഷേ എന്നോട് പറയാതെ എൻ്റെ
തൻ്റെ മാനുഷികമായ ഇടപെടലിനേക്കാളും തൻ്റെ മാനുഷികമായ സംസാരത്തെക്കാളും ശക്തിയും സ്വാധീനശേഷിയും തൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. അഥവാ ഞാൻ നേരിട്ട് പറയുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠവും ഉന്നതവും ഉദാത്തവുമായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. അതാണ് പ്രാർത്ഥനയുടെ മാനദണ്ഡമെന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഞാൻ എൻ്റെ മാനുഷിക കഴിവിനേക്കാൾ, എൻ്റെ മാനുഷിക ഇടപെടലുകളുടെ സാധ്യതയേക്കാൾ ദൈവത്തിൻ്റെ കൃപയുടെ ഇടപെടലിന് സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറും. നമുക്കറിയാം ഇതെങ്ങനെ സംഭവിക്കും എന്ന് നാം പലവട്ടം ബൈബിളിൽ ചോദ്യം കേൾക്കുന്നുണ്ട്. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് മനസ്സിലാകുന്നില്ല. മാനുഷികമായ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, മാനുഷികമായ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പത്രോസ് പറഞ്ഞു, കർത്താവേ ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമായിരിക്കുമല്ലോ എന്ന് പത്രോസ് ഈശോയോട് പറഞ്ഞു. ഈശോ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മാലാഖ മറിയത്തോട് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അത്യുന്നതൻ്റെ ആത്മാവ് ആവസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തർ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ, നമ്മുടെ വ്യക്തിബന്ധ ജീവിതത്തിൻ്റെ തലങ്ങൾ പരിശോധിച്ചാൽ മതി. പലപ്പോഴും എൻ്റെ വാക്കുകൾ കൊണ്ടും എൻ്റെ പ്രവർത്തികൾ കൊണ്ടും എൻ്റെ മാനുഷിക ഇടപെടലുകൾ കൊണ്ടും വ്യവസ്ഥിതികളെയും വ്യക്തികളെയും പരിവർത്തനപ്പെടുത്താം എന്ന തൻ്റെ കഴിവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം ദൈവത്തിൻ്റെ അപരിമേയമായ കൃപയുടെ പ്രവർത്തന സാധ്യതയിലുള്ള വിശ്വാസത്തിന് വഴിമാറിയിരുന്നുവെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറും. പലപ്പോഴും തർക്കങ്ങളും വഴക്കുകളും അസ്വസ്ഥതകളും നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പലപ്പോഴും പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകളുണ്ട്, ഒക്കെ പരിശ്രമിക്കുന്നത് സംഘാതമായ മനുഷ്യശക്തി കൊണ്ട് സാമൂഹ്യ വ്യവസ്ഥിതിയിലും മാനുഷിക സാഹചര്യങ്ങളിലും കാതലായ പരിവർത്തനം കൊണ്ടുവരാമെന്ന്. അങ്ങനെ ചിന്തിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സംഘടനകളും എല്ലാം ഒരുപാട് കാലം പരിശ്രമിച്ചിട്ടും അവസ്ഥ കൂടുതൽ മോശമായതല്ലാതെ ഒരു മെച്ചവും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ സംഭവത്തിലേക്ക് നമ്മുടെ ചിന്ത വേഗം കടന്നു പോകുന്നത്, ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ആ ജീവിതം പറഞ്ഞു വെക്കുമ്പോൾ സുവിശേഷകൻ വളരെ സൂക്ഷ്മമായി പറയുന്നുണ്ട്. അവൾ ഒരുപാട് വൈദ്യന്മാരെ സമീപിക്കുകയും തനിക്കുണ്ടായിരുന്ന എല്ലാം വ്യയം ചെയ്യുകയും ചെയ്തെങ്കിലും കൂടുതൽ മോശമാവുകയല്ലാതെ ഒന്നും മെച്ചപ്പെട്ടില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആന്തരികതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗികമായ തലങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ മാനുഷികമായ പരിശ്രമങ്ങൾ, നമ്മുടെ കഠിനാധ്വാനങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ വ്യാകുലതകൾ ഒക്കെ നമ്മുടെ അവസ്ഥയെ മോശമാക്കുകയാണ് ചെയ്തേക്കുന്നത്. എന്നാൽ നാം ഒന്ന് ശാന്തമാകാനും ദൈവസന്നിധിയിൽ ഈ അവസ്ഥകളെയൊക്കെ ഒന്ന് സമർപ്പിക്കുക. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, കർത്താവിൻ്റെ ശക്തമായ കരുത്തിന് കീഴെ നീ ഒന്ന് താഴ്മയോടെ നിൽക്ക്. ഒരുപക്ഷെ നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ സാഹചര്യങ്ങൾ, നിൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ ഒക്കെ നിൻ്റെ കഴിവിനതീതമായിരിക്കും. സ്നേഹമുള്ളവരെ, സഭയാകട്ടെ
കുടുംബമാകട്ടെ, വ്യക്തിയാകട്ടെ, പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ മാർഗമെന്ന് പറയുന്നത്, നമ്മുടെ ആയുധമെന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമായ തലമ. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കണം. എൻ്റെ മാനുഷികമായ ഇടപെടലുകൾ കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവർത്തികൾ കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട്, എൻ്റെ കടന്നു ചെല്ലലുകൾ കൊണ്ട് എനിക്ക് ചെയ്യാമെന്ന്, എനിക്ക് മാറ്റം വരുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതായിരിക്കും ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ആ സാഹചര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ അവിടെ ചെല്ലുവാൻ ഇടവരുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ അവരിൽ മാറ്റം വരുത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സുകളിൽ ഉരുത്തിരിയേണ്ടത്. കാരണം ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ചില അസ്വസ്ഥതകളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഭഗ്നാശരാകുവാനുള്ള പ്രവണത ഇന്ന് വളരെ കൂടുതലാണ്. കാരണം എന്താ? നാം നമ്മുടെ തന്നെ കഴിവിൽ ആശ്രയിക്കുമ്പോൾ, നമ്മുടെ പരിമിതമായ കഴിവിലും നമ്മുടെ പരിമിതമായ കഴിവിൻ്റെ പരിമിതമായ സാധ്യതകളിലും നാം ആശ്രയിക്കുമ്പോൾ, നാം കഷ്ടപ്പെടുമ്പോൾ, നാം ബുദ്ധിമുട്ടുമ്പോൾ, നാം ക്ഷീണിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരുപോലെ ക്ഷീണിക്കുകയും, എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിലുള്ള, എൻ്റെ അറിവിലുള്ള ഒരു അസ്വസ്ഥജനകമായ പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ എൻ്റെ കഴിവ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ഇടപെടലുകൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്ക് ആരിലൂടെയും അത് പ്രവർത്തിക്കാം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ചില അനുഭവങ്ങളിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികൾ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ, എൻ്റെ ദൈവമേ, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സാധിക്കും, ഞാനൊരാൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാകാനാ? എങ്കിലും ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞ് ഒരിക്കലും സാധ്യമല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ, അച്ഛാ ദൈവം അതങ്ങനെ എങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയായി എന്ന് കേൾക്കുമ്പോൾ ഞാനാണ് വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ നാണം കെടുന്നത്. കാരണം എന്താ? എനിക്ക് വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുക. എനിക്ക് വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ഇടയിൽ ചെയ്യുമെന്ന് പ്രവാചകനിലൂടെ പറഞ്ഞതൊരു അലങ്കാര പദപ്രയോഗമൊന്നുമല്ല. പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ഇടയിൽ ചെയ്യുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത് ഒരു ആലങ്കാരികമായ ഭാഷാപ്രയോഗമല്ല. അക്ഷരാർത്ഥത്തിൽ ഇന്നും അത് സത്യമാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്നും അത് സത്യമാണ്. നാം വിശ്വസിക്കാൻ തയ്യാറായാൽ, പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ചിലപ്പം ചില വ്യക്തികൾ ഇങ്ങനെ ഓരോ പ്രാർത്ഥനാ സഹായം പറയുമ്പം പ്രാർത്ഥിക്കാമെന്ന് പറയും, ഒന്നും ശരിയായില്ല, പിന്നെയും വിളിക്കും, ഒന്നും ശരിയായില്ല. കാര്യങ്ങൾ ഏതാണ്ട് ഞാൻ പറയും, പ്രത്യാശ കൈവിടരുത്, അവസാന നിമിഷം എങ്കിലും ദൈവം പ്രവർത്തിച്ചിരിക്കും. ഏറ്റവും അവസാന നിമിഷമായിരിക്കും ഒരു വിളിച്ച്, അച്ഛാ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടെ, അതും നടന്നില്ല, ഇത് നടന്നില്ല, അത് ചെയ്ത് അതും ശരിയായില്ല, ഇത് ശരിയായില്ല, ഒന്നും ശരിയായില്ല, പക്ഷെ അവസാനം എല്ലാം ശരിയായി. സ്നേഹമുള്ളവരെ, ഇതാ ദൈവത്തിൻ്റെ. നീ വിചാരിക്കുന്ന പോലെ ദൈവം ചെയ്യണമെന്ന് നീ വിചാരിക്കരുത്. നീ വിചാരിക്കുന്ന പോലെ തന്നെ ദൈവം ചെയ്യണമെന്ന് നീ വിചാരിക്കരുത്. നീ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ദൈവം പ്രവർത്തിക്കണമെന്ന് നീ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. പകരം ദൈവത്തിന് അവൻ്റെ സമയമുണ്ട്, അവൻ്റെ രീതിയുണ്ട്. അവൻ്റെ സമയവും അവൻ്റെ രീതിയും എൻ്റെ സമയത്തിൽ നിന്നും, എൻ്റെ രീതിയിൽ നിന്നും, എൻ്റെ ഇടപെടലുകളിൽ നിന്നും തുലം വ്യത്യസ്തമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, നീ ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവമെന്ന് പറയുന്നത് എൻ്റെ ജീവിത സാഹചര്യത്തിൽ, എൻ്റെ ചരിത്രത്തിൽ, ഈശോ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ ഈശോ എന്ന് പറയുമ്പോൾ അതാ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. മാനവ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം,
മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം. വളരെ മനോഹരമായിട്ട് ഒരു വലിയ വചനപ്രഘോഷകനും ദൈവശാസ്ത്രജ്ഞനുമൊക്കെയായ ഒരു ബിഷപ്പിൻ്റെ, ഒരു മെത്രാൻ്റെ പ്രസംഗം ഞാൻ കഴിഞ്ഞ നാളുകളിൽ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയും ഇമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അവർ തെറ്റായ വഴിയിൽ പോവുകയും അവർ തെറ്റായ വഴിയിൽ പോകുമ്പോൾ ആ തെറ്റിൻ്റെ വഴിയിൽ അവരുടെ കൂടെ നടക്കുവാൻ കടന്നു ചെല്ലുന്ന ഒരു ദൈവം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. തെറ്റിൻ്റെ വഴിയെ പോകുന്നവനെ തിരുത്തുവാൻ വേണ്ടി ആ തെറ്റിൻ്റെ വഴിയിൽ കൂടെ നടക്കുവാൻ സ്വയം തെറ്റായി മാറുന്ന ഒരു ദൈവം അല്ലേ? പൗലോസ്ലീഹ എത്ര ഹൃദ്യമായിട്ടാ നമുക്ക് പറഞ്ഞു തരുന്നത്. കൊരിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. എമ്മാവൂസിലേക്കുള്ള ജെറൂസലേമിൽ നിന്ന് ലൂക്കാ സുവിശേഷമാണ് അത് വിവരിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൽ എല്ലാം ഈശോ തന്നെ ഒരു യാത്രയാണ്, ഈശോ തന്നെ ഒരു വഴിയാണ്. ജെറൂസലേമിലേക്കുള്ള വഴിയാണ് ഈശോ. ജെറൂസലേമിലേക്കുള്ള വഴിയിലാണ് ഈശോ. ജെറൂസലേമിലേക്കുള്ള വഴിയാണ് ഈശോ. ജെറൂസലേമിലാണ് ഈശോയുടെ ക്രൂശീകരണം, ജെറൂസലേമിലാണ് ഈശോയുടെ മഹത്വീകരണം, എല്ലാം ജെറൂസലേമിലേക്ക്. എന്നാൽ ഈശോയുടെ മരണം കഴിഞ്ഞ് ഈവൻ ഉദ്ധാനത്തിൻ്റെ വാർത്തയും ശ്രവിച്ചതിന് ശേഷം ഈ 2 പേർ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ആലയമിരിക്കുന്ന ജെറൂസലേമിൽ നിന്ന് ഒരുപാട് അകലെയുള്ള എമ്മാവൂസിലേക്ക് ആ സായാഹ്നത്തിൽ യാത്ര തിരിക്കുകയും തെറ്റിൻ്റെ വഴിയിൽ ദൈവഹിതത്തിനെതിരായിട്ടുള്ള ദിശയിൽ യാത്ര ചെയ്യുന്നവൻ്റെ കൂടെ ചെല്ലുന്ന ദൈവം എന്ന് പറഞ്ഞാൽ, നിൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ പരിതസ്ഥിതി അതെന്തുമാത്രം ബീഭത്സവും വികൃതവുമാണ് എങ്കിലും നീയുമായി സംസർഗത്തിൽ വരുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധി അത്രമാത്രം നിന്നെ വിലമതിക്കുന്ന, നിന്നെ തേടിയിറങ്ങുന്ന, നിന്നോട് ഐക്യപ്പെടുന്ന, നിന്റെ ജീവിതത്തിൻ്റെ ഒത്ത നടുക്ക് സ്വയം സന്നിഹിതമാകുന്ന ഒരു ദൈവം, നിന്റെ സ്വകാര്യതയുടെ അകത്തളങ്ങളിൽ ഇടം കണ്ടെത്തുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയത്തിനകത്ത് ഒരു സ്ഥലം കണ്ടെത്തുവാൻ വേണ്ടി നിനക്ക് വേണ്ടി നിന്റെ അധരത്തിൽ അലിയുന്ന അപ്പമാകുവാൻ മാത്രം സ്വയം ശൂന്യമായി മാറിയ ഒരു ദൈവം. ആ ദൈവത്തെയാ നാം വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് നാം ആ ദൈവത്തിൻ്റെ കരുണയുടെ ഇടപെടലുകളിൽ അല്ലേ, ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരായ ആ ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിവ് തോന്നി ദിനരാത്രങ്ങൾ അവരെ പഠിപ്പിക്കുകയും അവർക്ക് അപ്പമായി മാറുകയും ചെയ്യുന്ന ഈശോ അല്ലേ? അലിയുന്ന ഹൃദയമുള്ളവനായി നീ ആയിരിക്കുന്ന അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് താൻ ആയിരിക്കുന്നവിടത്ത് നിന്ന് നീ ആയിരിക്കുന്നവിടത്തേക്ക് ഇറങ്ങി വന്ന മിശിഹ. അതാ ധൂർത്തപുത്രൻ്റെ ഉപമയും നല്ല സമറിയാക്കാരൻ്റെ ഉപമയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഹൃദ്യമായ ആശയമെന്ന് പറയുന്നത് അതാ. നിന്റെ ജീവിതത്തിൻ്റെ ദുർഭഗതകളിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ വൈകല്യങ്ങളിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ ശൂന്യതകളിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലേക്ക് സൗഖ്യമായി, വിശുദ്ധിയായി, വിടുതലായി, നന്മയായി കടന്നു വരാൻ ഒട്ടും അമാന്തം കാണിക്കാത്ത ഒരു ദൈവം. ആ ദൈവത്തെയാ നാം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടും. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട് എങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ സമയമുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എങ്കിൽ സ്നേഹമുള്ളവരെ, എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാനോ ദൈവത്തിൽ ആശ്രയിക്കാനോ സമയമില്ല എന്ന ദൈവത്തേക്കാൾ കഴിവും ദൈവത്തേക്കാൾ ശേഷിയും ദൈവത്തേക്കാൾ ശക്തിയുമുള്ളവനായി ഞാൻ എന്നെ തന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു തരം ഡെലൂഷനാണ് ഈ ഒരു നിരീശ്വര ചിന്ത, നിരീശ്വരവാദം എന്ന് നാം തിരിച്ചറിയണം.
അതാ ഏറ്റവും വലിയ ഡെലൂഷൻ. പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓക്സ്ഫോർഡ് ബയോളജിസ്റ്റായ റിച്ചാർഡ് ഡോക്കിൻസ് ഒരു പുസ്തകം എഴുതി, ഗോഡ് ഡെലൂഷൻ. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരുതരം അബദ്ധവിശ്വാസമാണ് എന്ന്. പക്ഷെ വാസ്തവത്തിൽ ദൈവവിശ്വാസം ഒരു ഡെലൂഷനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡെലൂഷൻ, ഏറ്റവും വലിയ തെറ്റായ വിശ്വാസം. ദൈവത്തെക്കാളും ദൈവത്തിൻ്റെ കൃപയേക്കാളും ദൈവത്തിൻ്റെ ശക്തിയേക്കാളും ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് അണ്ടകടാഹം മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ ശക്തിയുണ്ട് എൻ്റെ വാക്കുകൾക്കും എൻ്റെ പ്രവർത്തികൾക്കും എൻ്റെ സാന്നിധ്യങ്ങൾക്കും എൻ്റെ ഇടപെടലുകൾക്കും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയായി, ഏറ്റവും വലിയ അബദ്ധമായി മാറുകയും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവവിശ്വാസത്തെ, നമ്മുടെ ദൈവ ആശ്രയത്വത്തെ നാം ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം എന്തുമാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ, ഞാൻ മുട്ടുന്ന വാതിലുകളെല്ലാം എൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ തുറക്കപ്പെടുന്ന കൃപയുടെ വാതിലായി കാത്തിരിക്കുവാൻ. അതുകൊണ്ട് ഈശോയുടെ സുവിശേഷത്തിലെ ഒരു വളരെ പ്രത്യാശ നിർഭരമായ ഒരു സദ്വാർത്തയ ജാഗരൂകരായിരിക്കുക എന്നുള്ളത്. എന്താ ജാഗരൂകത എന്ന് പറയുന്നത്? കണ്ണു തുറന്ന് കാത്തിരിക്കുക എന്നുള്ളതാണ് ജാഗരൂകത. കണ്ണു തുറന്ന് കാത്തിരിക്കുക. കർത്താവിൻ്റെ വരവിൻ്റെ മണിക്കൂർ നിനക്കറിഞ്ഞുകൂടാത്തത് കൊണ്ട്, കർത്താവിൻ്റെ വരവിൻ്റെ മണിക്കൂർ നിനക്കറിഞ്ഞുകൂടാ. നീ കരുതുന്ന സമയത്തായിരിക്കില്ല കള്ളനെപ്പോലെ വരുന്നവൻ നിന്നെ സമീപിക്കുന്നത്. നീ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല. കണ്ണു തുറന്ന് കാത്തിരിക്കുവാനുള്ള ഒരു ജാഗരൂകത. അവൻ വരും. ഞാൻ വിചാരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലും, ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് വന്നില്ലെങ്കിലും, ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല എങ്കിലും അവൻ വരും. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനോഭാവം, അതാ വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ മനോഭാവം എന്ന് പറയുന്നത്. ഞാൻ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ, അവൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ. എത്ര ഭയാനകമായി എൻ്റെ അവസ്ഥ മാറിയാലും, എത്ര കഷ്ടനഷ്ടങ്ങൾ നടുവിലൂടെ ഞാൻ പോയാലും എൻ്റെ കർത്താവിൻ്റെ കരം വരും, എൻ്റെ കർത്താവിൻ്റെ കരം വരും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസം നമ്മെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്ന താക്കോലായി പ്രാർത്ഥന മാറുകയും സ്വർഗത്തിൻ്റെ കൃപയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വാഹനമായി എൻ്റെ പ്രാർത്ഥന മാറുകയും. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ആ ഒരു ശേഷിയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി ദിവസത്തിൻ്റെ ഒരു നിശ്ചിത സമയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഇതാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശസ്തമായ സർവകലാശാലയിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന കോൺവക്കേഷൻ ഡേ, അതിൻ്റെ സമ്മാനദാനമൊക്കെ നടക്കുന്ന ദിവസം ഒരു വളരെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ, വളരെ വിഖ്യാതനായ ദൈവശാസ്ത്രജ്ഞൻ പീറ്റർ ക്രീഫ്റ്റ് എന്ന് പറയുന്ന ആ ദൈവശാസ്ത്രജ്ഞൻ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയ ആ കൺമൻസ്മെൻറ്റ് സ്പീച്ചിൽ അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ഒന്നും ചെയ്യാതെ, ആരോടും ഒന്നും പറയാതെ, ആരും പറയുന്നത് കേൾക്കാതെ, ഒന്നും ചെയ്യാതെ, ഒന്നും ചിന്തിക്കാതെ, കൈകാലുകൾ ശരീരം മുഴുവൻ ശാന്തമാക്കി ശിരസ്സുയർത്തി നിശ്ചലമായി ഒന്ന് ഇരിക്കാൻ സാധിക്കണമെന്ന്. 15 മിനിറ്റ് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ സാധിക്കണമെന്ന്. വാസ്തവത്തിൽ അതെന്ന് പറയുന്നത് എൻ്റെ വ്യാവഹാരിക സാംസാരിക ലോകത്ത് നിന്ന് മാറി എൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലായിരിക്കുന്നവൻ്റെ അടുക്കലായിരിക്കുക എന്നുള്ളത് അതെൻ്റെ ജീവിതത്തെ ചലനാത്മകമാക്കി മാറ്റും, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും.
അതേ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിൽ ദൈവം എന്നെ സമീപിക്കും, എന്നെ രൂപാന്തരപ്പെടുത്തും. ആ ഒരു പ്രാർത്ഥനയുടെ കൃപയ്ക്ക് വേണ്ടി, പ്രാർത്ഥന എന്ന ആ ദൈവിക ദാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.